ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കത്തോലിക്ക പാരമ്പര്യങ്ങളിൽ വലിയ നോമ്പ് ആചരണം തുടങ്ങുന്നത് വിഭൂതി തിരുനാളോടുകൂടിയാണ്. നോമ്പിൻ്റെ ആദ്യ ദിവസം ചാരം കൊണ്ട് നെറ്റിയിൽ കുരിശു വരയ്ക്കുന്നതാണ് ഇതിലെ പ്രധാന ചടങ്ങ്. പശ്ചാത്താപത്തിൻ്റെ ഭസ്മം നെറ്റിയിൽ ചാർത്തി ഹൃദയത്തിൻ്റെ വാതിലുകൾ ദൈവത്തിനായി മലർക്കെ തുറന്നു കൊടുക്കുന്ന സുദിനമാണ് വിഭൂതി തിരുനാൾ. മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ നീ മടങ്ങും എന്ന നിത്യസത്യം നമ്മുടെ കാതുകളിൽ മുഴങ്ങുന്ന ഈ നിമിഷം നശ്വരതയുടെ ലോകത്തു നിന്ന് ശാശ്വതത്തിൻ്റെ സന്നിധിയിലേക്കുള്ള ഒരു വിശുദ്ധ തീർത്ഥാടനത്തിന് തുടക്കം കുറിക്കുന്നു. വിഭൂതി ദിവസം നെറ്റി ചാർത്തുന്ന ഈ ചാരത്തിന് പറയാൻ മനോഹരമായൊരു കഥയുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഓശാന ഞായറാഴ്ച ആർപ്പുവിളികളോടെ കൈകളിൽ വഹിച്ച ആ സുവർണ കുരുത്തോലകളാണ് ഇന്ന് ചാരമായി മാറിയിരിക്കുന്നത്. ചാരം മുൻപ് ഉറപ്പുള്ള തടിയോ സൗന്ദര്യം പകർന്ന ഇലകളോ ഒക്കെ ആയിരുന്നു. അന്നതിന് പച്ചപ്പും പ്രൗഢിയും കാറ്റിലാടുന്ന ജീവന്റെ ചൈതന്യവും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അഗ്നിയിൽ വെന്തുരുകി അത് മണ്ണോട് ചേരാൻ വിനീതമായി തയ്യാറായി നിൽക്കുന്നു. നമ്മുടെ ജീവിതം ഇതിന് സമാനമാണ്. ചാരമായി മാറുന്ന എല്ലാത്തിനും ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു. സൗന്ദര്യത്തിൻ്റെയും ഉറപ്പിൻ്റെയും ഉശിരിൻ്റെയും ഒക്കെ ഭൂതകാലം. നാം ഇന്ന് അതിയായി അഭിമാനിക്കുന്ന ആരോഗ്യവും ആർജിച്ച സമ്പത്തും അലങ്കാരമായി കൊണ്ടു നടക്കുന്ന പദവികളും ഒരു നാൾ ഈ ചാരം പോലെ മണ്ണിൽ അലിഞ്ഞു തരും. ഒരിക്കൽ ചാരം പോലെ ആകേണ്ടി വരുമെന്നും മണ്ണിലേക്ക് മടങ്ങണമെന്നും ഈ കുരുത്തോല ചാരം നമ്മെ നിശബ്ദമായി പഠിപ്പിക്കുന്നു. ഇത് നമ്മെ ഭയപ്പെടുത്താനല്ല, മറിച്ച് നമ്മുടെ അഹങ്കാരത്തിന്റെ പത്തി താഴ്ത്തി ദൈവത്തിന്റെ മുൻപിൽ വിനീതരാക്കാനാണ്. നാം വെറും മണ്ണാണെന്ന തിരിച്ചറിവ് നമ്മെ നിരാശപ്പെടുത്താനല്ല, മറിച്ച് ദൈവത്തിന്റെ അളവറ്റ കാരുണ്യത്തിലേക്ക് നമ്മെ അടുപ്പിക്കാനാണ്. തങ്ങളെ തന്നെ താഴ്ത്തുന്നവർക്കായി ദൈവം നൽകുന്ന വാഗ്ദാനം തിരുവചനത്തിലൂടെ നാം ഇപ്രകാരം വായിക്കുന്നു: എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുകയും എൻ്റെ മുഖം അന്വേഷിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരികുകയും ചെയ്താൽ സ്വർഗത്തിൽ നിന്ന് ഞാനത് കേൾക്കും, അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തെ സുഖപ്പെടുത്തും എന്ന് 2 ദിനവൃത്താന്തം 7:14 പറയുന്നു. പശ്ചാത്തപിക്കാൻ നാം സന്നദ്ധരാണെങ്കിൽ നമ്മുടെ അകൃത്യങ്ങൾ മഞ്ഞ് പോലെ വെളുപ്പിക്കാമെന്ന് ദൈവം ഉറപ്പ് നൽകുന്നു. നമ്മുടെ വ്യക്തി ജീവിതങ്ങളുടെ നവീകരണം മാത്രമല്ല, നമ്മുടെ കുടുംബത്തിൻ്റെയും തകർന്നുപോയ ദേശത്തിൻ്റെയും സമഗ്രമായ സൗഖ്യമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിനിവേക്കാർ പശ്ചാത്താപം ഏറ്റെടുത്തപ്പോൾ ചാരം പൂശി അവർ ദൈവസന്നിധിയിൽ പോയി കരഞ്ഞു പ്രാർത്ഥിച്ചു. ജീവിതത്തിൽ ആഴമേറിയ പശ്ചാത്താപം ആവശ്യമാണെന്ന് ഈ വിഭൂതി തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഭൂതകാലത്തിന്റെ സൗന്ദര്യത്തിലോ ആർജിച്ച ഉറപ്പിലോ അന്ധമായി അഹങ്കരിക്കാതെ വർത്തമാനകാലത്ത് ദൈവത്തിന്റെ മുൻപിൽ പൂർണ്ണമായി എളിമപ്പെടാം. പശ്ചാത്തപിക്കുന്ന പാപിക്കായി കാരുണ്യത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്ന ഈ നോമ്പിന്റെ ദിനങ്ങളിൽ നമുക്ക് നമ്മുടെ പാളിച്ചകളെ ഓർക്കാം, പാപങ്ങളെ വെടിയാം, വിശുദ്ധിയിൽ അനുദിനം വളരാം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നെ നീ സ്പർശിച്ചു കരുത്തേകി സൗഖ്യം പകർന്നിടും സമയമേതിൽ സമസ്തവും തൃപ്പാതെ നന്ദിയായി നൽകാം. ജന്മം മുഴുവനും സ്തോത്രമേകാം. യേശുവേ, നിനക്കെന്തു നൽകിയാലും മതിയാവില്ലെനിക്കെൻ്റെ നാഥ. യേശുവേ, നിനക്കെന്തു നൽകിയാലും മതിയാവില്ലെനിക്കെൻ്റെ നാഥ. നാഥ, സമർപ്പിക്കുവാൻ ഞാൻ വരുന്നു, സന്തോഷപൂർവം തരുന്നു. എന്തു വേണേലും നീ ചോദിക്കണേ, യേശുവേ എന്നുടെ ഹൃദയമേ